ഈ ക്യാമ്പസിൽ വന്ന് സംസാരിക്കാൻ അവസരം തന്ന റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ എല്ലാ ദീനീ ഖിദ്മത്തും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈ മുഅ്മിനീങ്ങൾ എല്ലാ തിരക്കുകളും അങ്ങ് മാറ്റിവെച്ച് KGN ഒരു പരിപാടി നടക്കുമ്പോ ഈ മുതഅല്ലിമീങ്ങളെ പരിപാടി ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നടും തൂണായി രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ, ആരോഗ്യം വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ, തളർച്ച വകവെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ശൈഖുനാ സൈനുൽ ഉലമാ ഉസ്താദ് അവരുടെ കരങ്ങൾക്ക് നീ ശക്തി പകർന്നു കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ ആ സൗമ്യമായ മുഖവും അവിടുത്തെ ആ സൽസ്വഭാവം ചേർന്ന പെരുമാറ്റവും, ആരോടും വെറുപ്പില്ല, ആരോടും ദ്വേഷമില്ല, ഒരാളെ കാണുമ്പോഴും മുഖം തിരിക്കലില്ല. ഇങ്ങോട്ടാരെന്ത് ചെയ്താലും അങ്ങോട്ട് നല്ലതുകൊണ്ട് മാത്രമേ പ്രതികരിക്കുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ ശൈഖുനാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് അവരുടെ അധ്വാനം ചെറുതല്ല. കാരണം ഞാനിപ്പോൾ ഓർത്തുപോവുകയാണ്, ഈ വിനീതനായ എന്നെ ആദ്യമായി യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സിൽ എത്തിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവരുകളാണ്. ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, 2 ഡേറ്റ് വേണം. ഞാൻ ഉസ്താദിനോട് ചിരിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചു, ഉസ്താദ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഡേറ്റ് വേണമെന്ന് ചോദിക്കാൻ ഞാനാരാ? ഞാൻ അവിടെയൊന്നും എത്തിയിട്ടില്ലല്ലോ. എത്തി എന്ന വിചാരത്തിന്റെ ഒരു ലാഞ്ചന പോലും എനിക്കില്ല. ഞാനപ്പോ തമാശക്ക് അങ്ങോട്ട് ചോദിച്ചു, എവിടത്തേക്കാ ഉസ്താദ്? ഉസ്താദ് അപ്പോഴേക്ക് പറഞ്ഞു, ഒന്ന് ദുബൈയിലേക്കാണ്, മറ്റൊന്ന് അബുദാബിയിലേക്കാണ്. ഞാനപ്പോ അൽഹംദുലില്ലാഹ്, കാരണം UAE-യിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടല്ല, അത് എപ്പോഴെങ്കിലും അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവസരമുണ്ടായേക്കാം. അതേ സമയത്ത് ഞാൻ അൽഹംദുലില്ലാഹ് പറയാൻ കാരണം, ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമയുടെ കൂടെ ഒന്ന് പോകാനുള്ള അവസരമാണ്. ഉസ്താദിന്റെ ചാരത്തിരുന്ന് അതേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ്. ഉസ്താദ് താമസിക്കുന്ന റൂമിൽ ഉസ്താദിന്റെ കൂടെ താമസിക്കാനുള്ള അവസരമാണ്. അന്ന് ഒരു മകനോടുള്ള പെരുമാറ്റം പോലെ എന്നോട് ഉസ്താദ് പറഞ്ഞ വാക്കാണ്, ഞാൻ മോനെ പോലെയാണ് പറയുന്നത്. പല വിഷയം ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ പറയുമ്പോഴൊക്കെ ഉസ്താദ് എന്റെ നന്മയ്ക്ക് വേണ്ടി പറയുമ്പോ എന്നോട് ഉസ്താദ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ അങ്ങനെയാണ്, നൗഫലെ ഞാനൊരു മോനെ പോലെയാ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ ശൈഖുനയോട് അങ്ങോട്ട് വലിയ ബാധ്യതയുണ്ട്. ഞാനിത് പറഞ്ഞത് മക്കളെ, ഉസ്താദുമാര് തന്നെയാണ്. ശൈഖുനാ സൈനുൽ ഉലമ നിങ്ങൾക്ക് വേണ്ടി വിദേശ രാഷ്ട്രങ്ങളിൽ നെട്ടോട്ടമോടണത് ചിലപ്പോ നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടിരിക്കില്ല. അതേ സമയത്ത് നൗഫല് കണ്ടിട്ടുണ്ട്, കളസ കണ്ടിട്ടുണ്ട്. ഉസ്താദിന്റെ കൂടെ ഞാൻ UAE-യിൽ ദാറുൽ ഇർഷാദിന്റെ സംരംഭത്തിന് വേണ്ടി ഞാൻ അങ്ങ് പോയപ്പോ ഉസ്താദിന്റെ കൂടെ അതാ എനിക്ക് തന്നെ തോന്നിപ്പോയി, എന്തിനാണ് ഉസ്താദ് തെരുവ് വീതികളിൽ നടന്നു പോകുന്നത്? ഇവിടത്തെ ഒരു ഓർഗനൈസർ ഉണ്ട്. ആ ഓർഗനൈസർ ഉസ്താദിനോട് വന്ന് പറയാണ്, അവിടെ കാസർഗോഡുകാരന്റെ ഒരു കടയുണ്ട്, കാഞ്ഞങ്ങാടുകാരന്റെ ഒരു കടയുണ്ട്, കോഴിക്കോടുകാരന്റെ ഒരു കടയുണ്ട്. അവിടെ പോയാൽ എന്തെങ്കിലും
എന്നെങ്കിലും ഒന്ന് കിട്ടിയേണ്, അല്ലെങ്കിൽ എല്ലാ മാസവും ദാറുൽ ഇർശാദിന് ഇത്തര സംഖ്യ തരുന്നവരാണ്. അതങ്ങ് കേൾക്കുമ്പോ ഉസ്താദിന് നടക്കാൻ കഴിയില്ല, അരക്ക് കീഴിൽ വേണ്ടതുപോലെ രക്തസഞ്ചാരമില്ല. അത് നാം മനസ്സിലാക്കിയവരാണ് ഉസ്താദിന്റെ ആരോഗ്യം. പക്ഷെ ആരോഗ്യം മുഖവിലക്കെടുക്കാതെ, ക്ഷീണം പരിഗണിക്കാതെ, തളർച്ച പരിഗണിക്കാതെ, അസ്വസ്ഥത കണക്കിലെടുക്കാതെ ഓരോ കടകളിൽ കയറി ഇറങ്ങുകയാണ്. എന്തേ കാരണമെന്നറിയോ മക്കളെ? എന്റെ മക്കള് പട്ടിണി കിടക്കരുത്, ദാറുൽ ഇർശാദിലെ മക്കള് പട്ടിണി കിടക്കരുത്, KGN-ലെ മക്കള് പട്ടിണി കിടക്കരുത്. ഉസ്താദ് അവരുകൾ ഈ ഇവിടത്തെ ഹോസ്റ്റലിന്റെ ഒരു കടലാസ് കയ്യിൽ പിടിച്ച്, അന്ന് ഇവിടത്തെ ഹോസ്റ്റൽ പൂർത്തിയായിട്ടില്ല, അതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങോട്ട് പോയിരുന്നത്. അതിന്റെ ഒരു പദ്ധതിയുടെ പ്രൊജക്ടിന്റെ ഒരു ലിസ്റ്റ് കയ്യിൽ പിടിച്ചു, രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ ശൈഖുനാ സൈനുൽ ഉലമാ യുണൈറ്റഡ് അറബിക് എമിറേറ്റ്സിന്റെ തെരുവ് വീതികളിൽ നടക്കുകയാണ്. അല്ലാഹു കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അതേ സമയത്ത് ഏത് വലിയ ശൈഖ് വന്നാലും സ്വന്തം ഉസ്താദിനേക്കാളും വലിയ ശൈഖ് വേറെ വേണ്ട. ഇപ്പൊ ചില ഇൽമിന്റെ വക്താക്കൾക്കൊരു ധാരണയാണ്, സ്വന്തം ഉസ്താദിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിയിട്ട് കണ്ടുകിട്ടുന്ന ശൈഖന്മാരുടെ പിന്നാലെ പോകുന്ന കാലമാണ്. ഈയുള്ള മുത്തഅല്ലിമായ എന്നോട് ഉൾപ്പെടെ നിങ്ങൾ എന്റെ അനുജന്മാരെന്ന നിലക്ക് ഉപദേശിക്കുകയല്ല, അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ എന്റെ അനുജന്മാരെന്ന നിലക്ക് ഞാൻ എന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നിങ്ങളിൽ ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങളെ സമൂഹം കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി വരുന്നത് സമൂഹം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ പ്രതീക്ഷ മാറ്റിവെക്കല്ലേ. കാരണം എന്താണെന്നറിയോ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അദബാണ്. ഉസ്താദുമാരോട് അദബ് കാണിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമിനേക്കാളും വലുത് അദബാണ്. അതുകൊണ്ടാണ് ശാഫിഈ ഇമാം ഇൽമു പഠിച്ച് ഉമ്മാന്റെ വീട്ടിൽ വന്നു, പുറത്തു നിന്ന് വാതിലങ്ങ് മുട്ടിയപ്പോ ഉമ്മ ഉള്ളിൽ നിന്ന് ചോദിച്ചു, മംബിൽ ബാബി വമൻ യഖറഉൽ ബാബ, ആരാണ് വാതിൽ മുട്ടണത്? ശാഫിഈ ഇമാം പുറത്തു നിന്ന് പറഞ്ഞു, അന ഇബ്നുകി മുഹമ്മദ് യാ ഉമ്മീ, എന്റെ പൊന്നുമ്മ അവിടുത്തെ മോനാണ്, മുഹമ്മദാണ്. മോനോട് വീട്ടിന്റെ വാതിൽ തുറക്കാതെ ഉമ്മ ചോദിച്ചു, മോനെ എന്തൊക്കെ പഠിച്ചടാ? പഠിച്ചു കഴിഞ്ഞോ? മകൻ പറഞ്ഞു, നഅം യാ ഉമ്മി, പഠിച്ചു കഴിഞ്ഞു. എന്താണ് മോനെ നീ പഠിച്ചത്? മകൻ പറഞ്ഞു, 2 കാര്യമാണ്. ഉമ്മ ചോദിച്ചു, ഏതാണ് ആ 2 കാര്യം? പറഞ്ഞു, ഉമ്മ ഒന്നാമത്തത് ഇൽമാണ്, രണ്ടാമത്തത് അദബാണ്. ശാഫിഈ ഇമാമിനോട് ഉമ്മ പറഞ്ഞു, മോനെ നീ പഠിച്ചിട്ടില്ല, മടങ്ങിപ്പോയിക്കോ, ഉസ്താദിന്റെ ദർസിൽ പോയി പഠിച്ചു വന്നോ. ശാഫിഈ ഇമാമിന് മനസ്സിലായില്ല എന്താണ് ഈ ഉമ്മ പറഞ്ഞത്. നേരെ ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് ചോദിച്ചു, ഞാൻ നിനക്ക് സനദ് തന്നിട്ട് നിങ്ങളെ സനദ് തന്നിട്ട് പറഞ്ഞയച്ചതാണല്ലോ, പിന്നെന്തിനാണ് വീണ്ടും നിങ്ങൾ വന്നത്? അപ്പൊ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഉമ്മാന്റെ വാതിൽക്കൽ നിന്ന് വാതിലങ്ങ് മുട്ടിയപ്പോൾ ഉമ്മ വാതിൽ തുറക്കാതെ ഉള്ളിൽ നിന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? മോനെ പഠിച്ചോ? ഞാൻ പറഞ്ഞു പഠിച്ചു. എന്തൊക്കെ പഠിച്ചു എന്നാണ് പിന്നീട് ഉമ്മാന്റെ ചോദ്യം. ഞാൻ പറഞ്ഞു 2 കാര്യം. ഉമ്മ ചോദിച്ചു, ഏതാണ് ആ 2 കാര്യം? ഞാൻ പറഞ്ഞു, ഒന്ന് ഇൽമാണ്, മറ്റൊന്ന് അദബാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ നീ പഠിച്ചിട്ടില്ല, പോയി പഠിച്ചു വന്നോ. ഉസ്താദ് പറഞ്ഞു, മോനെ അതങ്ങനെ ഉമ്മ പറയാൻ കാരണം തരുമോ? നീ പറഞ്ഞ തർത്തീബ് തെറ്റിപ്പോയി മോനെ. നീ ആദ്യം പറഞ്ഞത് ഇൽമാണല്ലോ, രണ്ടാമത്തത് അദബാണല്ലോ. അങ്ങനെയല്ല നീ പറയേണ്ടത്. ആദ്യം പറയേണ്ടത് അദബാണ്, പിന്നെ ഇൽമാണ്. ആദ്യം അദബ് വേണം, പിന്നെയാണ് ഇൽമു വേണ്ടത്. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം.
ഹുക്മുകളെ പാലിക്കുന്നതിനേക്കാളും ബന്ധപ്പെട്ടത് അദബ് കാണിക്കേണ്ടവരോട് അദബ് കാണിക്കലാണ്. ഇന്നത്തസൗഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അബാരിഫ് ഫതുലുബൻഹു വഅവ്വിലാ. എന്താണ് തസവ്വുഫ്? സുൽത്താനുൽ ഉലമാനെ വിട്ടുപോകൽ തസവ്വുഫാണോ? റഈസുൽ ഉലമാനെ വിട്ടുപോകൽ തസവ്വുഫാണോ? ശംസുൽ ഉലമാനെ വിട്ടുപോകൽ തസവ്വുഫാണോ? ശൈഖുനാ സൈനുൽ ഉലമാനെ വിട്ടുപോകൽ തസവ്വുഫാണോ? അല്ല അല്ല. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. തസവ്വുഫ് മുഴുവനും കിടക്കുന്നത് അദബിലാണ്. അതിനെ വിട്ടിട്ട് സൂഫി വഴി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് സൂഫി വഴിയല്ല, തസവ്വുഫല്ല. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. അതുകൊണ്ട് എന്റെ കൊച്ചനുജന്മാരായ വിദ്യാർത്ഥികളോട്, നിങ്ങൾക്ക് കിട്ടിയ ഉസ്താദുമാര് നല്ല പ്രാവീണ്യരാണ്. KGN മുദർരിസുമാര് വലിയ പ്രാവീണ്യരാണ്. എനിക്ക് ഏകദേശം ഉസ്താദുമാരെയും പരിചയമുണ്ട്. അവരൊക്കെ നല്ല വിവരസ്ഥന്മാരാണ്. എല്ലാം ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആ ഉസ്താദുമാര് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ ഉസ്താദുമാരെ പിന്നിൽ നല്ല രൂപത്തില്